ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൻ്റെ ഹൈ ഗ്രാഫിക്സ് ഗെയിമായിട്ടുള്ള ഫ്രീ ഫയർ മാക്സിൻ്റെ പ്രീ രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഗെയിം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോർ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ഗെയിം നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് പ്രീ രജിസ്ട്രേഷൻ മാത്രം നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോർ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫ്രീ ഫയർ മാക്സ് എന്ന് പറയുന്ന ഗെയിം ഒഫീഷ്യലായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഈ ഒരു ഗെയിം ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നമുക്ക് കളിക്കാമെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കളിക്കാൻ കഴിയുന്നതായിരിക്കും. അതിനുവേണ്ടിയൊരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഫുൾ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഫ്രീ ഫയർ മാക്സ് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഒരു മെത്തേഡും പിന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. ഒരു രണ്ട് മെത്തേഡ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയ ഏത് മെത്തേഡാണ് നിങ്ങൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എന്തായാലും 100% വർക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മൈൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗെയിം ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നത് ഞാനിപ്പോൾ ഫ്രീ ഫയർ മാക്സ് എന്നിട്ട് ഡയറക്റ്റ് സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു ഫ്രീ ഫയർ മാക്സിൻ്റെ ഒരു ഗെയിം നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോർ നമ്മൾ ആ ഒരു ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് അതിൽ പ്രീ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടൺ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു ഗെയിം ഇപ്പോൾ ഓപ്പൺ ആക്കിയുള്ളത് ഇന്ത്യൻ വേർഷൻ പ്ലേ സ്റ്റോറിനാണ്. ഈ ഒരു ഇന്ത്യൻ വേർഷൻ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ഗെയിം ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രീ രജിസ്ട്രേഷൻ ബട്ടൺ മാത്രം നമുക്ക് കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സെർവർ മാറ്റിയിട്ട് നമ്മൾ വിയറ്റ്നാം സെർവർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാർ കയറിയതിനു ശേഷം അതിൽ നിങ്ങൾ വിയറ്റ്നാം VPN എന്നിട്ട് ഡയറക്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിയറ്റ്നാം VPN കുറേ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഞാനിപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരു വിയറ്റ്നാം VPN പ്ലഗിൻ ഫോർ ഓപ്പൺ VPN എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഞാനിപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വിയറ്റ്നാം VPN വേറെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വിയറ്റ്നാം VPN ഈ ഒരു പ്ലഗിൻ ഫോർ ഓപ്പൺ VPN ആണ്. അപ്പോൾ ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബട്ടൺ കാണുന്നതായിരിക്കും. ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന ബട്ടൺ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഓപ്പൺ VPN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു വിയറ്റ്നാം VPN എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ VPN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ പ്ലഗിൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിയറ്റ്നാം VPN നിങ്ങളെ ഫോണിൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പൺ VPN എന്ന ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഓപ്പൺ VPN ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ബാക്ക് വന്നിട്ട് നിങ്ങൾ ഈ ഒരു വിയറ്റ്നാം VPN നിങ്ങൾ ഒരിക്കലും കൂടി ഓപ്പൺ ആക്കുക. അങ്ങനെ നിങ്ങൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിയറ്റ്നാം VPN ഓപ്പൺ VPN കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ആ ഒരു ഐ ട്രസ്റ്റ് ദിസ് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിയറ്റ്നാം VPN നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ VPN ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു VPN കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇന്ത്യൻ വേർഷനിലുള്ള പ്ലേ സ്റ്റോർ നിങ്ങൾ വിയറ്റ്നാം വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്ലേ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ ഐക്കൺ നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ ബട്ടൺ വരുന്നതായിരിക്കും. ആ ഒരു ഐ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്ലേ സ്റ്റോറിന് തന്നെ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു പേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് ഉണ്ടാവും. ആ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് വന്നതിന് ശേഷം അതിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു ക്ലിയർ ഡാറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ക്ലിയർ ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പ്ലേ സ്റ്റോറിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായാലും നിങ്ങൾക്ക് നിങ്ങൾ പ്ലേ സ്റ്റോറിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലേ സ്റ്റോറിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും കൂടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ കുറച്ച് ലാഗ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പൺ ആക്കാൻ കഴിയാത്ത ആ ഒരു രീതിയിലായിരിക്കും പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്ലേ സ്റ്റോർ ഒരിക്കലും കൂടി നിങ്ങൾ ക്ലോസ് ആക്കിയിട്ട് ഒരിക്കലും കൂടി ഓപ്പൺ ആക്കുക. അങ്ങനെ ഒരു മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്ലേ സ്റ്റോർ നോർമൽ സാധാരണ രീതിയിൽ തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു പ്ലേ സ്റ്റോർ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ഫയർ മാക്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പ്ലേ സ്റ്റോറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്തിട്ടില്ല നിങ്ങളിപ്പോൾ ഓൾറെഡി സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് രണ്ടാമതൊരു ജിമെയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ പ്ലേ സ്റ്റോർ അഥവാ ലാഗായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൂടി ക്ലോസ് ആക്കിയിട്ട് ഒരിക്കലും കൂടി ഓപ്പൺ ആക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേ സ്റ്റോറിൻ്റെ രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. നിങ്ങളെ പ്ലേ സ്റ്റോർ കംപ്ലീറ്റ് ആയിട്ട് ഒരു വിയറ്റ്നാം സെർവറിലുള്ള രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും.
ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വിയറ്റ്നാം സെർവറിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ സെർവറിലെ പ്ലേ സ്റ്റോർ കംപ്ലീറ്റ് ആയിട്ട് വിയറ്റ്നാം സെർവറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാർ പോയിട്ട് നിങ്ങൾ ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ഫയർ മാക്സിൻ്റെ ഒഫീഷ്യൽ ഗെയിം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു പ്രീ ലിസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ മാറിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടൺ, പുതിയൊരു ബട്ടൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്ലേ സ്റ്റോറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തില്ല ഒരു VPN നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ല ടൈം എടുക്കും, സ്ലോ ആയിട്ട് മാത്രമേ ഇൻസ്റ്റാളേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ബാർ നിങ്ങൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ഡിസ്കണക്ട് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളെ VPN നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിസ്കണക്ട് ആയിട്ട് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഒരിക്കലും കൂടി നിങ്ങൾ പ്ലേ സ്റ്റോർ ക്ലോസ് ആക്കിയിട്ട് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് സെയിം ആ ഒരു ഫ്രീ ഫയർ മാക്സിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫ്രീ ഫയർ മാക്സ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ VPN ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളെ നോർമൽ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു VPN ഉപയോഗിക്കുന്നതിനെ കൊണ്ടുള്ള ലാഗൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രീ ഫയർ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കാൻ, നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗെയിം ഡയറക്റ്റ്ലി നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇല്ലാണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് VPN ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. VPN ഇല്ലാണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇല്ലാണ്ട് നമുക്ക് VPN ഒന്നും ഉപയോഗിക്കാണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. ആ ഒരു ലിങ്ക് നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഈ ഒരു ടാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഫ്രീ ഫയർ മാക്സ് എന്നിട്ട് ഡയറക്റ്റ് സെർച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ഫയർ മാക്സിൻ്റെ ഒഫീഷ്യലായിട്ട് ആ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു ഗെയിം ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴത്തുള്ള ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു ഫ്രീ ഫയർ മാക്സ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് വേറെ VPN കണക്ട് ചെയ്യാണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു ടാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്രീ ഫയർ മാക്സ് നമ്മുടെ ഫോണിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളോട് ഒരു ഇമെയിൽ അഡ്രസ്സും ആക്ടിവേഷൻ കോഡും അടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഇമെയിൽ അഡ്രസ്സും ആക്ടിവേഷൻ കോഡും അടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിം നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സും ആക്ടിവേഷൻ കോഡും അടിക്കാൻ നമുക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിമിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഗെയിം ക്ലോസ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ നിങ്ങൾ മലേഷ്യ VPN എന്നിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കാം. മലേഷ്യ VPN എന്നിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മലേഷ്യ VPN എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അത് നിങ്ങൾ മലേഷ്യൻ VPN തന്നെ ഫ്രീ സെർവർ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു ഫ്രീ സെർവർ നിങ്ങൾ ഡയറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫ്രീ സെർവർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും കൂടി ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കാം. അപ്പോൾ ഒരു മലേഷ്യൻ VPN നിങ്ങൾ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കാൻ നിങ്ങൾക്ക് നിങ്ങളോട് ഈ ഒരു ആക്ടിവേഷൻ കോഡും ഇമെയിൽ അഡ്രസ്സും അടിക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഗെയിം ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഫ്രീ ഫയർ കളിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് മലേഷ്യൻ സെർവറിലാണ്. ഈ ഒരു ഗെയിം ഇപ്പോൾ ഇന്ത്യൻ സെർവറിലേക്ക് റിലീസ് ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ നമ്മളെ ഫ്രീ ഫയർ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗെയിം നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിലേക്ക് നമുക്കിപ്പോൾ ഈ ഒരു മലേഷ്യൻ സെർവറിലേക്ക് നമ്മളെ ആ ഒരു പഴയ റിവാർഡ്സും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഗെയിമിലേക്ക് സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് വെച്ച് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ കൈമേലുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ഞാനിപ്പോൾ സൈൻ ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ ഒരു ആക്ടിവേഷൻ കോഡ് ഇമെയിൽ അഡ്രസ്സ് അടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫ്രീ ഫയർ മാക്സിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൈൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഗെയിം ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഗെയിം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ടൈമിലും നിങ്ങൾ ഈ ഒരു VPN ഓപ്പൺ ആക്കിയിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ഗെയിമിലേക്ക് ഫസ്റ്റ് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രം നമ്മൾ VPN ഓപ്പൺ ആക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു VPN നിങ്ങളുടെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്താലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിം ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു VPN കണക്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഗെയിം കളിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.